കൗശിക് ഗുഡ്ഡു, കുണാൽ വർമ്മ, വിശാൽ മിശ്ര. ലവ് ആന്തത്തിൻ്റെ പുതിയ വേർഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നിലവിൽ 2 മാസമായിട്ട് യൂട്യൂബുകളിൽ ഏറ്റവും ടോപ്പിൽ കളിക്കുന്നത്. ഏക്ക് ദീവാനെ കി ദീവാനിയത്ത് എന്ന ഫിലിമിലെ ദീവാനിയത്ത് എന്ന് തുടങ്ങുന്ന സോങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യം ഈ സോങ് ഇതിനു മുമ്പ് ഉള്ള ഒരു പല സോങ്സിൻ്റെയൊക്കെ വേർഷൻസ് ഫീൽ ചെയ്താലും ഇതിലെ ലീഡ് ക്യാരക്ടേഴ്സായ ഹർഷവർദ്ധൻ റാണയുടെയും സോനം ബാജുവയുടെയൊക്കെ ഒരു സ്ക്രീൻ പ്രസൻസും അതിനപ്പുറം അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂഡ്, ഒരു ഇച്ചിരി റോ ആയിട്ടുള്ള ചില ഭാവ വ്യതിയാനങ്ങളും അതോടൊപ്പം വിശാൽ മിശ്രയുടെ മനോഹരമായ സൗണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാട്ട് ഹിറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ വിശാൽ മിശ്രയുടെ ഗാനങ്ങളുടെ പ്രത്യേകത അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് കോർ വോയിസ് മോഡുലേഷൻ ശൈലിയും അതിൻ്റെ ഒരു ഇന്നറായിട്ടുള്ള ചില ഡെപ്തും ഒക്കെ നമുക്ക് ഗാനങ്ങളിലേക്ക് കൊടുക്കുന്ന വേഴ്സറ്റാലിറ്റിയുടെ ഒരു എക്സ്ട്രീം ആയിരിക്കും കിട്ടുക എന്ന് പറയുന്നത്. ഈ സോങ്ങിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഈ സോങ്ങിൻ്റെ തുടക്കം വളരെ സ്ലോ പേസ്ഡിൽ ആരംഭിച്ച് തുടങ്ങുന്ന ഇതാണെങ്കിലും പിന്നീട് ഒരു സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഗദർ 2-ലേക്ക് ഗാനം ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, ചൽ തെരെ ഇഷ്കുമേം എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ അതിനോട് സാമ്യതയുള്ള ചില ഒരു മ്യൂസിക്കൽ പാറ്റേൺ ഇതിലും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ ഗാനം ശരിക്കും ഒരു നേരത്തെ നാഷണൽ ക്രഷ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു റൊമാൻറ്റിക് ആന്തം എന്നൊക്കെയുള്ള രീതിയിലേക്ക് സോങ് ഓൾറെഡി ഒരു ക്രിയേറ്റിംഗ് ഒരു വേവ് സൃഷ്ടിച്ചു കഴിഞ്ഞു. കാര്യം 170 മില്യൺ ആണ് നിലവിൽ ഇതുവരെ ആ പാട്ട് ക്രോസ് ചെയ്തിരിക്കുന്നത്. 2 മാസമേ ആയിട്ടുള്ളൂ. സിനിമ ഓൾറെഡി ബ്ലോക്ക് ബസ്റ്റർ ആയി കഴിഞ്ഞു നിലവിലിപ്പോൾ തന്നെ. അപ്പം ഇവരുടെ സിനിമ ഇതിനു മുമ്പ് സനം തേരി കസമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സനം തേരി കസവും ആദ്യ സമയത്ത് റിലീസ് ചെയ്ത സമയത്ത് വൻ വിജയമല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ റിലീസ് 2025 നടന്നപ്പം ഹർഷവർദ്ധൻ്റെ സിനിമ വിജയമായിരുന്നു. അപ്പോൾ അതും ഒരു പക്ഷേ ഇതിന് കുറച്ചും കൂടെ മൈലേജ് കിട്ടാനുള്ള സാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലിറിക്സ് ഓൾമോസ്റ്റ് ഓക്കെയാണ്, നമുക്കതിനകത്ത് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ സോങ്ങിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ ഒരു പിക്ചറൈസേഷനും ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കെമിസ്ട്രിയും അതിനേക്കാളപ്പുറം സിനിമയ്ക്ക് കിട്ടാവുന്ന ഒരു ഡെപ്ത് ഉണ്ടാവുമല്ലോ. ഡയറക്ടർ അതിനെ വളരെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് തോന്നിയത്. അത് കാര്യം മാൻസ ദേവി ടെമ്പിളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്തതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കുറച്ചും കൂടെ പ്രേക്ഷകർക്ക് ക്യാച്ച് ആവുന്ന വിഷ്വൽസുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഈ ഗാനത്തിനൊരു മൈലേജ് കൂടുതലായി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ ഹിറ്റിലേക്ക് ഈ ഗാനം മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് നിലവിലുള്ള ഒരു ഹിന്ദി ഓഡിയൻസിൻ്റെയൊക്കെ വിലയിരുത്തൽ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഗാനമാണ്.